بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه وأنصاره ومحبيه كلهم أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. صدق الله صدق الله صدق الله مولانا العلي العظيم. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: إن الله كتب الإحسان على كل شيء فإذا قتلتم فأحسنوا القتلة وإذا ذبحتم فأحسنوا الذبحة وليحد أحدكم شفرته وليرح ذبيحته. صدق رسول الله صلى الله عليه وسلم. قالوا سكت وقد خوصمت قلت له إن الجواب لباب الشر مفتاح والصمت عن جاهل أو أحمق شرف وفيه أيضا لصون العرض إصلاح. أما ترى الأسد تخشى وهي صامتة والكلب يخشى لعمري وهو نباح. വളരെ ആദരവുള്ള പണ്ഡിതന്മാരെ, ബഹുമാനമുള്ള ഉള്ളാൾ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ദർഗാ ഷരീഫിലെ നേതാക്കളെ, പ്രസിഡന്റ് ഹനീഫ് ഹാജി, മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കണച്ചൂർ മോണു ഹാജി, ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ബഹുമാനപ്പെട്ട ഒന്നിരായ കേസിലുൽ ഉസ്താദ് അവറുകൾ വളരെ വിശാലമായ, വളരെയധികം പഠനാർഹമായ ഒരു പ്രഭാഷണം ഇവിടെ നടത്തി. വിശുദ്ധ ഇസ്ലാം അത് ഭീതിയല്ല, ഭയമല്ല. ഇസ്ലാം എന്നത് സ്നേഹമാണ്, കാരുണ്യമാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ചരിത്രങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഉസ്താദ് അവറുകൾ ഒരു പ്രഭാഷണം ഇവിടെ നടത്തി. ചുരുങ്ങിയ സമയം ഇൻഷാ അല്ലാഹ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രഭാഷണം ഇൻഷാ അല്ലാഹ് 11 മണിക്ക് തന്നെ നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിസരത്തെല്ലാം ശാന്തിയും സമാധാനവും സൗഹാർദ്ദവും നിലനിൽക്കുന്നൊരു അന്തരീക്ഷം അല്ലാഹു ഉണ്ടാക്കി തീർക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം എന്നത് അത് ഭീതിയല്ല, ഭയമല്ല എന്ന് പ്രത്യേകം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇസ്ലാം എന്നതിൻ്റെ അർത്ഥം തന്നെ ശാന്തി എന്നാണ്, സമാധാനമെന്നാണ്, നെമ്മതി എന്നാണ്. ഇസ്ലാം എന്ന അറബി ശബ്ദത്തിൻ്റെ അർത്ഥം പീസ്, സമാധാനം എന്നാണ്. ഈ ലോകം ഒരു കാലത്ത് ഒരുപാട് കേടായി പോവുകയും മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യത്വം നശിച്ചു പോവുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം എന്ന ഈ ഒരു വിമോചന പ്രസ്ഥാനം നിലവിലുള്ള എല്ലാ കേടുകളിൽ നിന്നും
എല്ലാവിധ നാശത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ ആവശ്യമായ ഒരു വിശാലമായൊരു വിമോചന പ്രസ്ഥാനം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി. അന്ന് വരെ യുദ്ധം ചെയ്തിരുന്നവർ, കൊന്നിരുന്നവർ, പരസ്പരം കലഹിച്ചിരുന്നവർ, യുദ്ധം ചെയ്യുന്നതിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തിയവർ, ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യവും യുദ്ധമായി കണ്ടൊരു ജനങ്ങൾ. ആ കാലഘട്ടത്തിലെ പാട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ മുഴുവനും ഒന്നുകിൽ പെണ്ണിനെ വർണ്ണിക്കുന്ന പാട്ടുകളാണ്, അതല്ലെങ്കിൽ കള്ളിനെ വർണ്ണിക്കുന്ന മദ്ഹ് ചെയ്യുന്ന പാട്ടുകളാണ്, അല്ലെങ്കിൽ പരസ്പരം യുദ്ധങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന കാവ്യങ്ങളും കവിതകളുമാണ്. അതല്ലാത്ത മറ്റൊരു ലക്ഷ്യം ആ കാലഘട്ടത്തിലെ ആളുകൾക്കുണ്ടായിരുന്നില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സമാധാനമുണ്ടാക്കുന്ന, ശാന്തിയുണ്ടാക്കുന്ന, ജനങ്ങളെ പരസ്പരം ഒന്നിപ്പിക്കുന്ന ദീനി ലോകത്തേക്ക് പരിചയപ്പെടുത്തി. ലാ തബാഗദു വലാ തഹാസദു വലാ തഫാസദു വലാ തബാഅദു വലാ തനാജശു വലാ യബിഅ ബഅദുകും അലാ ബൈഇ ബഅദ്. വളരെ വിശാലമായ ഉപദേശങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. നിങ്ങൾ പരസ്പരം ഹസദ് വെക്കരുത്, അസൂയ വെക്കരുത്, ഒറ്റകിച്ചു, മത്സരം, ചതി, ജലസി, ഇതൊന്നും നിങ്ങൾക്കുണ്ടാവരുത്. നിങ്ങൾ ആരും പരസ്പരം ദേഷ്യപ്പെടരുത്, വെറുക്കരുത്, ഹേറ്റ് ചെയ്യരുത്. നിങ്ങൾ പരസ്പരം ദൂരമാകരുത്. നിങ്ങളുടെ മനസ്സുകൾ എപ്പോഴും അടുത്തുകൊണ്ടിരിക്കണം. വഖൂനു ഇബാദല്ലാഹി ഇഖ്വാനാ. ലോകത്തിലുള്ള മുഴുവൻ ആളുകളോടും അല്ലാഹു പറയുന്നത് നിങ്ങൾ സഹോദരങ്ങളാകണം. മതങ്ങളും ജാതികളും ശരീരത്തിലെ നിറങ്ങളും സംസാരിക്കുന്ന ഭാഷകളും ജീവിക്കുന്ന ദേശങ്ങളും എത്ര വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങളെല്ലാം ഒരു ഉമ്മയുടെ മക്കളാണ്. കൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ. നിങ്ങൾ അല്ലാഹുവിന്റെ ദാസന്മാർ, അല്ലാഹുവിന്റെ അടിമകൾ, അല്ലാഹുവിന്റെ സൃഷ്ടികൾ, സഹോദരന്മാരായി ജീവിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇങ്ങനെ ലോകത്തെ മുഴുവനും ഒന്നിപ്പിച്ചു, സ്നേഹം കൊണ്ട് പൊതിഞ്ഞു, അക്രമങ്ങളിൽ നിന്ന് മനുഷ്യന്മാരെ മോചിപ്പിച്ചു, യുദ്ധങ്ങൾ നിർത്തി, ആവശ്യമായ സമയങ്ങളിൽ മാത്രം പ്രതിരോധ സമരങ്ങൾ, ഡിഫൻസ് വാറുകൾ നടത്തി എന്നതല്ലാതെ യുദ്ധങ്ങൾക്ക് അവസരവും ഹബീബായ റസൂലുള്ളാഹി നടത്തിയില്ല. നമുക്കറിയാം, മക്കയിൽ 13 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. ഈ 13 കൊല്ലങ്ങളിലും മുസ്ലിമീങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടു, പ്രതിബന്ധങ്ങൾ നേരിട്ടു. അവരെ നിസ്സാരമാക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, അവരുടെ മുഖത്തേക്ക് തുപ്പപ്പെട്ടു, അവർക്ക് ഒരുപാട് ദൈഹിക മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കപ്പെട്ടു. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് സ്വഹാബത്ത് പറയും, യാ റസൂലുള്ളാഹി കുന്നാ അഇസ്സാ. ഞങ്ങൾക്ക് വലിയ ഇസ്സത്ത് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വലിയ മര്യാദ ഉണ്ടായിരുന്നു. വനഹ്നു മുശ്രികൂൻ. ഞങ്ങൾ മുശ്രിക്കീങ്ങളായ കാലത്ത്, ഞങ്ങൾ മുശ്രിക്കായ സമയത്ത് ഞങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ട്. ഞങ്ങളെ കാണുമ്പോൾ ആളുകൾ എണിച്ചു നിൽക്കുന്നുണ്ട്, ഞങ്ങളെ കാണുമ്പോൾ ആളുകൾ ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങൾ മുസ്ലിമായപ്പോൾ ഞങ്ങൾക്ക് ബഹുമാനം പോയി നബിയേ. ഞങ്ങൾ ആട്ടി ഓടിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, ശിക്ഷിക്കപ്പെടുന്നു, നിസ്സാരമാക്കപ്പെടുന്നു, മർദ്ദിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് യുദ്ധത്തിന് സമ്മതം നൽകണം. 13 കൊല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കയിലെ മുസ്ലിംകൾ, ആക്രമിക്കപ്പെട്ട മുസ്ലിംകൾ, യാതൊരു കാരണവുമില്ലാതെ അടികൊണ്ട മുസ്ലിമീങ്ങൾ, പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ മുസ്ലിമീങ്ങൾ സുദീർഘമായ 13 കൊല്ലം നബി തങ്ങളോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊന്ന് തിരിച്ചടിക്കാൻ സമ്മതം തരൂ നബിയേ, ഞങ്ങൾക്കൊന്ന് പ്രതിരോധിക്കാനുള്ള സമ്മതം തരൂ നബിയേ. ഞങ്ങളിങ്ങനെ അടികൊണ്ട് നിസ്സാരന്മാരായി, ബലയില്ലാത്തവരായി,
ഞങ്ങൾക്ക് ഒരു നിലയും വിലയുമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, കുഫു ഐദിയകും ഫഇന്നി ലം ഉമർ ബിഖിതാലിഹിം. സബർ ചെയ്യുക, സംയമനം പാലിക്കുക, ക്ഷമിക്കുക. അല്ലാഹു എന്നോട് യുദ്ധത്തിന് കൽപ്പന നൽകിയിട്ടില്ല. സുദീർഘമായ 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് ഈ പാഠം പഠിപ്പിച്ചു. സബർ ചെയ്യാൻ പറഞ്ഞു, അവരെ ക്ഷമിക്കാൻ പഠിപ്പിച്ചു. സഹോദരന്മാരെ, അങ്ങനെ പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ ജന്മനാട് വിട്ട് മദീനയിലേക്ക് പോയി. ആ മദീനയിൽ 2 കൊല്ലം പിന്നെയും ക്ഷമിക്കാൻ പറഞ്ഞു. ദീർഘമായ 15 കൊല്ലത്തിന് ശേഷം, നുബുവത്ത് കിട്ടിയിട്ട് 15 കൊല്ലത്തിന് ശേഷമാണ് ഇസ്ലാമിൽ ആദ്യത്തെ യുദ്ധമുണ്ടാകുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ യുദ്ധത്തിന്റെ കഥകൾ പറയുകയല്ല. ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 55ാമത്തെ വയസ്സിലാണ്. ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയിട്ട് 15 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. മക്കയിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ച് അതൊക്കെ ക്ഷമിച്ച് സബർ ചെയ്ത് നാട് വിട്ട് 500 കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനയിൽ പോയി. അവിടെയും 2 കൊല്ലം ക്ഷമിച്ചു. ഒരുപാട് ക്ഷമിച്ച് ഇനി ഒരിക്കലും ക്ഷമിക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോ അള്ളാഹുവിന്റെ പ്രത്യേകമായ സമ്മതം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ യുദ്ധങ്ങളുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് ഏതെങ്കിലും മതങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നില്ല. നബി തങ്ങൾ നടത്തിയ ഏതെങ്കിലും മതങ്ങൾക്കെതിരെയായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നില്ല. ആ നാട്ടിൽ ക്രിസ്തുമതം ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ യുദ്ധം ക്രിസ്ത്യാനികൾക്കെതിരെ ആയിരുന്നില്ല. യഹൂദികൾ ഉണ്ടായിരുന്നു, അവർക്കെതിരെയായിരുന്നില്ല. വേറെ ഏതെങ്കിലും പ്രത്യേകമായൊരു മതവിഭാഗത്തിനെതിരെയായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ യുദ്ധം ആർക്കെതിരെയായിരുന്നു? അലാ തുഖാതിലൂന ഖൗമൻ നകസു ഐമാനഹും ഐമാനകും വഹമ്മു ബിഇഖ്റാജിർ റസൂലി വഹും ബദഊകും അവ്വല മറ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്, നാട്ടിൽ ഏറ്റവും നല്ല നിലയ്ക്ക് ജീവിക്കാൻ ഒപ്പന്തം ചെയ്ത, എഗ്രിമെന്റ് ചെയ്ത, കരാർ ചെയ്ത ആളുകൾ ആ കരാറുകൾ പൊളിച്ചു, കരാറുകൾ ലംഘിച്ചു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ മദീനയിൽ അധികാരമേറ്റെടുത്ത സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഈ നാട് എന്റെ നാടാണ്, ഈ നാടിന്റെ രാഷ്ട്രപതി, ഈ നാടിന്റെ മതാധ്യക്ഷൻ, ഈ നാടിന്റെ മുഖ്യസ്ഥൻ ഞാനാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. ഈ നാടിന്റെ ബൈലോ കോൺസ്റ്റിറ്റ്യൂഷൻ വിശുദ്ധ ഖുർആനാണ്. ആ നാട്ടിൽ ഒരു ഓപ്പോസിഷൻ പാർട്ടി ലീഡറില്ല, വിരോധപക്ഷമില്ല, വിപക്ഷമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ എതിർക്കുന്ന ഒരു MP-മാരില്ല, MLA-മാരില്ല. 100% റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഗവൺമെന്റിൽ ഒരു നിലക്കും പ്രതിപക്ഷത്തെ ഭയപ്പെടേണ്ടതില്ലാത്തൊരു സംവിധാനത്തിൽ, ഒരു സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവാധികാരിയായ ആഡളിതം നടത്തുന്ന, ഭരണം നടത്തുന്ന പ്രദേശത്ത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ജനങ്ങളെ എല്ലാം ഒരുമിച്ച് കൂടി പറയുന്നത്, ഓ ജനങ്ങളെ, ഇത് എന്റെ നാടാണ്, ഇസ്ലാമിന്റെ നാടാണ്, ഇത് പ്രവാചകരുടെ നാടാണ്, വിശുദ്ധ ഖുർആനിന്റെ ഭരണപ്രദേശമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇവിടെയുള്ള മുസ്ലിമീങ്ങളല്ലാത്തവരെ നിങ്ങൾ ആക്രമിക്കരുത്. മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളോട് നിങ്ങൾ അന്യായം പ്രവർത്തിക്കരുത്. അവർക്ക് വേദന ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മൻ വലമ മുആഹിദൻ, ഈ നാട്ടിൽ പരസ്പരം കരാർ ചെയ്തുകൊണ്ട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ ഒരിക്കലും ഉപദ്രവം ചെയ്യരുത്. അവർക്കൊരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ട് ചെയ്യരുത്. മാത്രമല്ല, അവരെ നിങ്ങൾ കൊല്ലരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിൻ തഖസഹു ഹഖഹു, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ ഹക്കുകൾ, അവകാശങ്ങളെ നിങ്ങൾ പിടിച്ചു പറിക്കരുത്, അവർക്ക് നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. ഔ കല്ലഫഹു ഫൗഖ ത്വാഖതിഹി, അവർക്ക് കഴിയാത്ത കാര്യങ്ങളെ നിങ്ങൾ അവരുടെ മേൽ ഏൽപ്പിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഭൂരിപക്ഷമാണ്, ഭരണം നിങ്ങൾക്കാണ്, അധികാരം നിങ്ങൾക്കാണ്, സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. ഇസ്ലാമിനെ അംഗീകരിക്കാത്ത, റസൂലുള്ളാഹിനെ എതിർക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അവരെ പറ്റി പറയുകയാണ്, നിങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടിക്കരുത്. ഔ കല്ലഫഹു ഫൗഖ ത്വാഖതിഹി, ഏതായാലും നമ്മുടെ വിഭാഗമല്ലല്ലോ, മറ്റുള്ളവരല്ലേ, അന്യ കോമല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ അവർക്ക് ഒരിക്കലും അവരുടെ ഹക്കുകൾ, അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കൽപ്പിക്കരുത്.
ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിഹി മിൻഹു, അവന് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അവനിൽ നിന്ന് സാധനങ്ങളെ പിടിച്ചു പറിക്കരുത്, അവന്റെ സ്വത്തുക്കൾ പിടിച്ചു പറിക്കരുത്. അവന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ നൽകണം. ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ അവന്റെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ അവന്റെ സാക്ഷിയായിരിക്കും. റബ്ബിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് ഇംഫൻസുകൾ നടക്കാത്ത കോടതികളിൽ, നീതിപൂർവമായി വിധികൾ വിധിക്കുന്ന കോടതികളിൽ ഞാൻ അവന്റെ എതിരെ സാക്ഷിയായിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇതെപ്പോഴാണ് റസൂലുള്ളാഹി പറയുന്നത്? മുസ്ലിമീങ്ങൾ അല്പസംഖ്യാതരായ മൈനോറിറ്റിയായ ഒരു കാലഘട്ടത്തിലല്ല. നമ്മൾ ഇന്ന് സൗഹാർദ്ദ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുമ്പോ എല്ലാവരും ഒന്നിച്ച് നീങ്ങണം, ഒന്നിച്ച് സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന് പറയുമ്പോ ഇസ്ലാം ഒരിക്കലും അക്രമത്തിന്റെ മതമല്ല എന്ന് പറയുമ്പോ പലരും നമ്മളോട് ചോദിക്കും, ഇന്ന് നിങ്ങൾ മൈനോറിറ്റി ആയതുകൊണ്ട്, അല്പസംഖ്യാതരായതുകൊണ്ട്, ന്യൂനപക്ഷമായതുകൊണ്ടാണ് ഇത് പറയുന്നത്, നിങ്ങൾ ഭയന്നുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മറ്റുള്ള ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റാനാണ് ഇത് പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ മുഅ്മിനീങ്ങൾ അവിടെ ന്യൂനപക്ഷമല്ല, അവരവിടെ അടിച്ചമർത്തപ്പെട്ടവരല്ല, അവരവിടെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടവരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഭരണാധികാരിയുടെ കീഴിൽ, പ്രസിഡന്റിന്റെ കീഴിൽ, രാഷ്ട്രപതിയുടെ കീഴിൽ സൗമ്യതയോടെ, സൗഹാർദ്ദത്തോടെ, സംരക്ഷണത്തോടു കൂടി കഴിയുന്നവരാണ് ആ മുഅ്മിനീങ്ങൾ. ആ മനുഷ്യർ ആരെയും അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആരെയും അവർക്ക് സ്നേഹം അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കണമെന്നില്ല. ആരെയും അവർക്ക് തൃപ്തിപ്പെടേണ്ടതില്ല. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം എന്താണ്? എല്ലാ മനുഷ്യന്മാരോടും നല്ല രൂപത്തിൽ ജീവിക്കുക എന്നതാണ്. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ജീവിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാരുണ്യമാണ് ലോകത്തിൽ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം ചെയ്ത സമയങ്ങളിൽ വരെ ആ യുദ്ധങ്ങളിൽ ഉയർത്തിപ്പിടിച്ച അത്ഭുതകരമായ സമാധാനം നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധത്തിലേക്ക് സഹാബികളെ പറഞ്ഞേക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിങ്ങൾ യുദ്ധഭൂമിയിൽ നിങ്ങളോട് നേരിടുന്നവരെ മാത്രം നിങ്ങൾ നേരിടുക. പോകുന്ന സ്ഥലങ്ങളിലുള്ള വഴികളിലുള്ള മരങ്ങളെ നിങ്ങൾ വെട്ടരുത്, മരങ്ങളെ കൊത്തരുത്, മരങ്ങളെ മുറിക്കരുത്, ബിൽഡിങ്ങുകളെ തകർക്കരുത്, പാവപ്പെട്ട ആളുകൾക്ക് നേരെ നിങ്ങൾ അക്രമം അഴിച്ചുവിടരുത്, വയസ്സുള്ളവരെ കൊല്ലരുത്, പെണ്ണുങ്ങൾക്ക് നേരെ അക്രമം കാണിക്കരുത്, ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ വകവരുത്തരുത്. ഫഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ ശത്രുപക്ഷത്തിന്റെ സമ്പൂർണമായ നാശമാണ്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ എവിടെയും വഞ്ചനകൾ നടത്തരുത്, നിങ്ങൾ പാവങ്ങളായ ആളുകളെ കൊല്ലരുത്, ദുർബലന്മാർക്ക് നേരെ നിങ്ങൾ ആയുധമെടുക്കരുത്, നിങ്ങളുടെ ശത്രുഭാഗത്തുള്ള പെണ്ണുങ്ങളെ കൊല്ലരുത്, നിങ്ങൾ കുഞ്ഞുങ്ങളെ കുട്ടികളെ കൊല്ലരുത്, വയസ്സന്മാരെ കൊല്ലരുത്. ലാ തഖ്തുലൂ ശൈഖൻ ഫാനിയൻ വലാ ഇംറഅതൻ വലാ തുഫ്ലൻ സഗീറാ, നിങ്ങൾ അവരാരെയും കൊല്ലരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയങ്ങളിൽ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബദറിന്റെ സംഭവം നമുക്കറിയാം. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമാണ് ബദർ എന്ന് പറയുന്നത്. ആ ബദർ എന്ന് പറയുന്ന യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയത്ത് 70ഓളം ആളുകളെ ബദറിൽ അറസ്റ്റ് ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം. 70 ആളുകളെ, മുശ്രിക്കീങ്ങളിൽപ്പെട്ട 70 ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ മദീനയിലേക്ക് കൊണ്ടുവന്നതെന്നറിയോ? മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഒട്ടകത്തിന്റെ താഴെ നടന്നുകൊണ്ട് ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ മൂകുതാറ പിടിച്ചുകൊണ്ട് നടക്കുന്നു. എന്നിട്ട് ശത്രുപക്ഷത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുശ്രിക്കീങ്ങളെ ഒട്ടകത്തിന്റെയും കുതിരയുടെയും മുകളിൽ ഇരുത്തി
സ്വഹാബത്ത് വിജയിച്ച സ്വഹാബത്ത്, പരാജയപ്പെട്ട, അറസ്റ്റ് ചെയ്യപ്പെട്ട, നമ്മെ കൊല്ലാൻ വന്ന, നബിതങ്ങളോട് യുദ്ധത്തിന് വന്ന ശത്രുപക്ഷത്തുള്ള ആളുകളോട് ഏറ്റവും നല്ല ബഹുമാനത്തോടുകൂടി അവരെ കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. സഹോദരന്മാർ ആലോചിക്കണം, 70ഓളം ആളുകളെ മദീനയിലേക്ക് ഏറ്റവും നല്ല ബഹുമാനത്തോടു കൂടി കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരെ ഓരോരുത്തരെയും മദീനയിലുള്ള ഓരോ പള്ളികളുടെ തൂണുകളിൽ കെട്ടി. പള്ളിന്റെ തൂണുകൾക്ക് സമീപമുള്ള തൂണുകളിലും മരങ്ങളിലുമായിട്ട് അവരെ കെട്ടി. ആ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ബന്ദികളെ കെട്ടി. ആ കെട്ടപ്പെട്ട കൂട്ടത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയാകുന്ന അബ്ബാസും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി തങ്ങളുടെ വാപ്പയുടെ അനുജൻ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, അദ്ദേഹം അന്ന് ശത്രുപക്ഷത്തായതുകൊണ്ട് അയാളെയും കൊണ്ടുവന്നൊരു കുന്തത്തിലേക്ക് കെട്ടി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യനായ, പവർഫുള്ളായ, അധികാരമുണ്ടായിരുന്ന നേതാവായിരുന്ന അബ്ബാസിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അയാളെ ബന്ദിയാക്കി കുന്തത്തിൽ കെട്ടിയപ്പോ അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ കരയാൻ തുടങ്ങി. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് കരയാൻ തുടങ്ങി. മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കരച്ചിൽ കേട്ടു. ആള് ശത്രുവാണെങ്കിലും, ശത്രുപക്ഷത്തെ നേതാവാണെങ്കിലും, തന്റെയും തന്റെ സ്വഹാബത്തിന്റെ യുദ്ധത്തിൽ വന്ന ആളാണെങ്കിലും, അബ്ബാസ് സ്വന്തം രക്തമാണല്ലോ, എന്റെ ഉപ്പയുടെ അനുജനാണല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിച്ചില്ല. റസൂലുള്ളാഹി ഉറങ്ങാതെ മദീനത്തെ പള്ളിയിൽ കഴിഞ്ഞുകൂടി. ആ രാത്രി റസൂലുള്ളാഹിക്ക് ഉറക്കം വന്നില്ല. സ്വഹാബത്ത് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹി ലിമ തസ്ഹർ, എന്തിനാണ് നബിയെ നിങ്ങൾ ഉറക്കമൊഴിയുന്നത്? ബദറിൽ വിജയിച്ചിട്ട് അത്ഭുതകരമായ വിജയം കിട്ടിയതിന്റെ സന്തോഷം. എല്ലാ സ്വഹാബാക്കളും ഉറങ്ങി. അബൂജഹൽ പോയി, ഉത്ബത്ത് പോയി, ശൈബത്ത് പോയി, എല്ലാ ശത്രുക്കളും നശിച്ചുപോയി. സ്വഹാബത്തിന് വലിയ സന്തോഷമാണ്. ഇസ്ലാമിന്റെ അറിയപ്പെട്ട വൈരികളൊക്കെ പോയി. അവരെല്ലാം പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ഉറക്കം വരുന്നില്ല. നബിതങ്ങൾ ഉറങ്ങാതെ മദീനത്തെ പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നബിതങ്ങളുടെ ബേജാറും സങ്കടവും കണ്ടപ്പോ സ്വഹാബത്ത് പോയിട്ട് ചോദിച്ചു, എന്താണ് നബിയെ ഉറങ്ങാത്തത്? നബിതങ്ങൾ പറഞ്ഞു, ഇന്നി അസ്ഹറു ലി അനീനിൽ അബ്ബാസ്, അബ്ബാസിന്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാൻ കഴിയാത്തത്. അബ്ബാസ് എന്തിനാണ് കരയുന്നത്? അയാളെ ബദറിൽ നിന്ന് ശത്രുപക്ഷത്ത് ഉള്ള ആളെ കൊണ്ടുവന്നിട്ട് കമ്പത്തിലേക്ക് കെട്ടിയിട്ടതാണ്. അത്രയും വലിയ നേതാവായ അബ്ബാസ് തനിക്ക് വന്ന ഈ ഒരു ദുർഗതി ഓർത്തുകൊണ്ട് കരയുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് തന്റെ എളാപ്പാന്റെ കരച്ചിൽ കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. നബി തങ്ങൾ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ബാസിന്റെ കരച്ചിൽ നിന്നുപോയി. പിന്നെ നബി തങ്ങൾക്ക് അബ്ബാസിന്റെ കരച്ചിൽ കേൾക്കുന്നില്ല. അപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നബി തങ്ങൾ പിന്നെയും ഉറങ്ങുന്നില്ല. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് നിങ്ങൾ ഇനിയും ഉറങ്ങാത്തത്? ഇപ്പൊ എന്തിനാണ് നിങ്ങൾ ഉറക്കമൊഴിക്കാനുള്ള കാരണം? അബ്ബാസിന്റെ കരച്ചിൽ കേട്ടിട്ട് അതിന്റെ ഒരു ഡിസ്റ്റർബൻസിന്റെ പേരിലായിരുന്നു നിങ്ങൾക്ക് ഉറക്കം പോയതെങ്കിൽ ഇപ്പോഴെന്തിനാണ് നിങ്ങൾ ഉറങ്ങാത്തത്? അബ്ബാസിന്റെ കരച്ചിൽ ഇപ്പൊ ഇല്ലല്ലോ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ലാ അസ്മഉ അനീനൽ അബ്ബാസ്, ഇപ്പൊ ഞാൻ ഉറങ്ങാതിരിക്കാനുള്ള കാരണം അബ്ബാസിന്റെ കരച്ചിൽ എനിക്ക് കേൾക്കുന്നില്ല. അബ്ബാസ് മരിച്ചു പോയിട്ടുണ്ടാവും. അബ്ബാസ് ഇങ്ങനെ നിന്യത ഓർത്തിട്ട് ബേജാറായിട്ട് ചിലപ്പോൾ അബ്ബാസ് മരിച്ചുപോയോ എന്നുള്ള സങ്കടമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് അബ്ബാസിന്റെ കരച്ചിൽ കേൾക്കാത്തത്. അപ്പൊരു സ്വഹാബി എന്ന് പറഞ്ഞു, യാ റസൂലുള്ളാഹി അന അർഹൈതു മിൻ വസാഖി, ഞാൻ അയാളെ കെട്ടയച്ചു വിട്ടു നബിയെ. അയാൾ മരിച്ചതല്ല, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചതല്ല. നബി തങ്ങളുടെ ഉറക്കത്തിന് ബുദ്ധിമുട്ടാകുന്നെന്ന് കണ്ടപ്പോ ഞാൻ പോയിട്ട് അബ്ബാസിന്റെ കമ്പത്തിൽ കെട്ടി കീച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ കെട്ടഴിച്ചു. അദ്ദേഹത്തിന് ഉറങ്ങാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അബ്ബാസിനെ മാത്രം അങ്ങനെ പറഞ്ഞ് ശരിയായില്ല. ഫഫ്അൽ ബിദാലിക ബിൽ അസ്റാ കുല്ലിഹിം, കേവലം അബ്ബാസ് മാത്രമല്ലല്ലോ മനുഷ്യൻ, എന്റെ എടാപ്പയായതുകൊണ്ട് അബ്ബാസിനെ മാത്രം ഞാൻ കെട്ടി അഴിച്ചുവിടുക എന്നത്
അയാൾക്ക് മാത്രം ഞാൻ നന്നായി ഉറങ്ങാൻ സൗകര്യമാക്കുക എന്നത് ഇസ്ലാമിന്റെ സഹിഷ്ണുത എന്ന നിയമത്തിനെതിരാണ്, ഇസ്ലാമിന്റെ സ്നേഹത്തിനെതിരാണ്. അതുകൊണ്ട് എല്ലാ അസീറുകളോടും എല്ലാ ബന്ധികളോടും നിങ്ങൾ എങ്ങനെ ചെയ്യണം? എല്ലാരെയും കെട്ടഴിച്ചു വിടണം, എല്ലാരെയും കുന്തത്തിൽ നിന്ന് കെട്ടഴിച്ച് ഈ രാത്രി അവർക്ക് മുഴുവനും ഉറങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വഹാബത്ത് പോയിട്ട് 70ഓളം ആളുകളെ കമ്പത്തിലേക്ക് കെട്ടിയിട്ടിരുന്ന ആ കമ്പത്തിലെ ബള്ളി എടുത്ത് ആ കയറ് അഴിച്ചു വിട്ടു. എല്ലാവർക്കും ആ ദിവസം സുഖമായി ഉറങ്ങാനുള്ള അവസരം കൊടുത്തു. യുദ്ധാപരാധികളോട് പോലും, യുദ്ധ ഖൈദികളോട് പോലും, യുദ്ധ തടവുകാരോട് പോലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപനം ഇതായിരുന്നു. പിറ്റേ ദിവസമായി എല്ലാവരും നന്നായി ഉറങ്ങി. പിറ്റേ ദിവസം നബി തങ്ങളുടെ മുമ്പിലേക്ക് അവർ ഹാജരാക്കപ്പെട്ടു. റസൂലുള്ളാഹി ചോദിച്ചു, 70ഓളം ആളുകളുണ്ട്, അവരെന്ത് ചെയ്യണം? ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, എല്ലാത്തിനെയും കൊല്ലണം നബിയെ, ഒരാളെ പോലും ബാക്കി വെക്കരുത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ കൊല്ലാൻ പറ്റൂല. അവരിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആളുകളെയും 10 ആളുകൾക്ക് അക്ഷരാഭ്യാസം പഠിപ്പിക്കാൻ വേണ്ടി റസൂൽ നിശ്ചയിച്ചു. അതിൽ അക്ഷരം അറിയുന്ന ശത്രുക്കൾ, അക്ഷരം പഠിപ്പിക്കാൻ അറിയുന്ന ശത്രുക്കളെ എടുത്തിട്ട് അവരെ ട്യൂട്ടർമാരാക്കിയിട്ട്, ടീച്ചർമാരാക്കിയിട്ട് സ്വഹാബത്തിൽ നിന്ന് 10 ആളെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി റസൂൽ നിശ്ചയിച്ചു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സാക്ഷരതയുടെ ഒരു ക്രാന്തി, സാക്ഷരതയുടെ ഒരു വിപ്ലവം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് തുടങ്ങി. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും റസൂൽ അവരെ ആക്രമിച്ചില്ല. അവർക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ റസൂലുള്ള ചെയ്തില്ല. അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു, അവർക്ക് അഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അവർ ശത്രുക്കളാണെങ്കിലും അവരോട് റസൂലുള്ള മനുഷ്യത്വപരമായ പെരുമാറ്റം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു. സഹോദരന്മാരെ, ബദറിലും ഉഹുദിലും മറ്റുള്ള സർവ്വ യുദ്ധങ്ങളിലും ആവശ്യമായ സമയങ്ങളിൽ, അനിവാര്യമായ സമയങ്ങളിൽ യുദ്ധം സംഭവിച്ചപ്പോഴും റസൂലുള്ളാഹിന്റെ നിലപാടിതായിരുന്നു. ഈ നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു. കൊല്ലാൻ വന്നവർക്ക് റസൂലുള്ളാഹി മാപ്പ് കൊടുത്തു, അടിക്കാൻ വന്നവർക്ക് റസൂലുള്ളാഹി മാപ്പ് കൊടുത്തു. സ്വന്തം ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം 8 കൊല്ലം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി മക്കയിലേക്ക് വന്നപ്പോ നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, മക്കയുടെ ഓരോ ഗേറ്റുകളിലും ബോർഡറുകളിലും റസൂലുള്ളാഹിനെ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അങ്ങനെ നബി തങ്ങളെ തടയാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ല. നബിയും സ്വഹാബത്തും മക്കയിൽ വന്നു, മക്ക ഫതഹ് ചെയ്തു, വിജയമുണ്ടായി. മക്ക ഫതഹ് എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു ദിവസം അങ്ങനെ പിറന്നു. ആ സമയത്ത് സഹോദരന്മാരെ, ശത്രുക്കളെല്ലാവരും ഞങ്ങളെ ഇപ്പൊ മുഹമ്മദ് കൊല്ലും, 8 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദിനെയും അവരുടെ അനുയായികളെയും കൊന്നവരാണ് ഞങ്ങൾ, അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കിയവരാണ് ഞങ്ങൾ, അവരെ ആക്രമിച്ചവരാണ് ഞങ്ങൾ, അവരെ മർദ്ദിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് മുഹമ്മദ് ഒരിക്കലും ഞങ്ങളോട് മാപ്പ് ചെയ്യില്ല, മുഹമ്മദ് ഒരിക്കലും ഞങ്ങളോട് പൊറുക്കില്ല, ക്ഷമിക്കില്ല. വളരെ മോശമായൊരു മരണമാണ് ഞങ്ങളെ കാത്തു നിൽക്കുന്നത് എന്ന് തല താഴ്ത്തിയിട്ട് നബി തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കളോട് നബി തങ്ങളുടെ ചോദ്യം, മാദാ തഖൂലൂന ഇന്നി ഫാഇലും ബികും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ നിങ്ങളെ എന്താക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആ സമയത്ത് വളരെയധികം പ്രതീക്ഷയോടുകൂടി അവർ പറഞ്ഞു, അഖുൻ കരീമുൻ വബ്നു അഖിൻ കരീം, നീ ഒരു മാന്യനായ സുഹൃത്താണ് മുഹമ്മദേ, മാന്യന്മാരുടെ കുടുംബത്തിൽ വന്ന ആളാണ് നീ. അതുകൊണ്ട് ഞങ്ങൾ നീ കൊല്ലൂല എന്നാണ് നിങ്ങളുടെ വിശ്വാസം, ഞങ്ങളോട് മോശമായിട്ട് പെരുമാറൂല എന്നാണ് നിങ്ങളുടെ വിശ്വാസം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇദ്ഹബൂ ലാ തസ്രീബ അലൈക്കുമുൽ യൗമ ഇദ്ഹബൂ ഫഅൻതും തുലഖാ, നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങളോട് റിവെഞ്ച് ഇല്ല, നിങ്ങളുടെ പ്രതികാരത്തിന്റെ പേരിൽ കൊല്ലലില്ല, നിങ്ങളെ
എല്ലാവരും സ്വതന്ത്രന്മാരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാം, മക്കത്ത് ജീവിക്കാം എന്ന സ്വാതന്ത്ര്യം മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തു. ഒരിക്കലും മതം അവർക്കൊരിക്കലും റസൂലുള്ള അടിച്ചേൽപ്പിച്ചില്ല. ഇസ്ലാമായാൽ രക്ഷയുണ്ട്, ഇല്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞില്ല. ഒരാളെയും നിർബന്ധപൂർവ്വം റസൂലുള്ള ഇസ്ലാമിലേക്ക് ക്ഷണിച്ചില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ധർമ്മത്തിൽ മതത്തിൽ ബലാത്കാരമില്ല, ബലവന്തമില്ല. ഒത്തായത്തോടുകൂടി പ്രഷറോടുകൂടി മതത്തിലേക്ക് ആളെ ചേർക്കുന്ന പരിപാടിയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു. ഏറ്റവും ഉന്നതമായൊരു സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു. ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ള ഒരു മനോഭാവം അള്ളാഹുവിന്റെ ദീൻ നമുക്ക് കാണിച്ചു തന്നു. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം. അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. നബി തങ്ങൾ ആരെയും ഭയപ്പെടുത്തിയില്ല, ആരെയും പേടിപ്പിച്ചില്ല. റസൂലുള്ള ആരുടെ മുമ്പിലും വലിയൊരു രാജാവിനെ പോലെ നടന്നില്ല. ഒരിക്കൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ നബി തങ്ങളെ കാണാൻ വന്നു. അയാൾക്ക് റസൂലുള്ളാഹിന്റെ ഹൈബത്ത് കണ്ടപ്പോ, നബി തങ്ങളുടെ ഗാംഭീര്യം കണ്ടപ്പോ നബി തങ്ങളുടെ അടുത്തേക്ക് വരാൻ അയാൾക്ക് പേടിയായി. അയാള് ദൂരെ നിന്നുകൊണ്ട് വിറക്കാൻ തുടങ്ങി. അയാൾക്ക് വല്ലാതെ അനുഭവപ്പെട്ടു, കമ്പനം അനുഭവപ്പെട്ടു, വൈബ്രേഷൻ ഉണ്ടായി. അള്ളാഹുവിന്റെ ഹബീബിന് മനസ്സിലായി, എന്നെ കാണാൻ വന്നൊരു ചെറുപ്പക്കാരന്റെ വിഭ്രാന്തിയാണ്, ടെൻഷനാണ്. നബി തങ്ങൾ ആ മനുഷ്യന്റെ അടുത്തേക്ക് നടന്നുപോയി. അയാളെ നെഞ്ചിലൊന്ന് അടിച്ചു. എന്നിട്ട് റസൂലുള്ള പാവപ്പെട്ട ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഹവ്വിൻ അലൈക വലസ്തു ബിമലികിൻ വലാ ജബ്ബാരിൻ ഇന്നമാ അനബ്നു ഇംറഅത്തിൻ മിൻ മക്കത തഅകുലുൽ ഖദീദ്. പ്രിയപ്പെട്ട സഹോദരാ, നീ ഭയപ്പെടേണ്ടതില്ല. ബികൂൾ, നീ ശാന്തമാവണം, നീ ശാന്തമാവണം, നീ ഒരിക്കലും പേടിക്കേണ്ടതില്ല. ഇന്നി ലസ്തു ബിമലികിൻ, ഞാനൊരു രാജാവല്ല, വലാ ജബ്ബാരിൻ, ഞാൻ വലിയൊരു സ്വേച്ഛാധിപതിയല്ല, ഞാൻ ആരെയും ഭയപ്പെടുത്തുന്നവനല്ല. ഇന്നമാ അനബ്നു ഇംറഅത്തിൻ ബിമക്കത, മക്കയിൽ ഞാനൊരു കേവലം ഒരു സ്ത്രീയുടെ മകനാണ്. കാനത് തഅകുലുൽ ഖദീദ്, ഉണക്ക ഇറച്ചി തിന്ന് ജീവിച്ച ഒരു പെണ്ണിന്റെ മകനാണ് ഞാൻ. ആ മനുഷ്യന്റെ മനസ്സ് സമാധാനിപ്പിക്കാൻ വേണ്ടി നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. സഹോദരന്മാരെ, ഈ ഒരു ശൈലിയാണ് ഇസ്ലാം സ്വീകരിച്ചത്. നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പറയാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയും അഹങ്കാരിയായി ഒരു വലിയൊരു അധികാരിയെ പോലെ നടന്നില്ല. ഒരുപാട് കാലം മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി തങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരാളെ പോലെ, സാധാരണക്കാരനെ പോലെ ഇരുന്നു. ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് നബി തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല, തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വലിയ ഒരു സമൂഹത്തിന്റെ റസൂലുള്ള മധ്യത്തിലിരിക്കുമ്പോ നബി തങ്ങളെ കാണാൻ, പരിചയപ്പെടാൻ, കണ്ടുപിടിക്കാൻ കഴിയാതെ ആളുകൾ വിഷമിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ പറ്റൂല, നിങ്ങളുടെ ഒരു മണ്ഡപം ഉണ്ടാക്കണം, സ്റ്റേജ് ഉണ്ടാക്കണം, ഉയർന്ന സ്ഥലത്ത് മാത്രമേ നിങ്ങൾ ഇരിക്കാവൂ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ ദൂരെ ദിക്കിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല നബിയേ. അപ്പൊ റസൂലുള്ള സമ്മതിച്ചില്ല. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞാൻ ഒരിക്കലും ഒരു സെപ്പറേറ്റ് ആയ ഒരു സീറ്റ് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്വഹാബത്ത് പറഞ്ഞ് 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 നബി തങ്ങൾക്ക് ഒരു ഉയരമുള്ള സ്ഥലം കെട്ടിക്കൊടുത്തു. പിന്നീട് റസൂലുള്ള ആ ഉയരമുള്ള സ്ഥലത്തിരുന്ന് ക്ലാസ് എടുത്തു. സ്വഹാബത്തിന്റെ ഒരുപാട് കാലത്തെ നിർബന്ധത്തിന് ശേഷമാണ്. എത്ര ഉദാഹരണങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയില്ലേ, ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലിയ ശ്രമകരമായ യുദ്ധമാണ്, ഒരു കണിവെ ഖന്തഖ് കിടങ്ങ് കീറാനുള്ള യുദ്ധമാണ്, വിശപ്പ് ധാരാളം ഉണ്ടാകുന്ന പണിയുള്ളൊരു യുദ്ധമാണ്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണമുണ്ടാക്കണം. ഭക്ഷണമുണ്ടാക്കാൻ ഒരു ഒട്ടകത്തെ നമുക്ക് അറുക്കണം, അറുത്തിട്ട് അതിന്റെ തോലെടുക്കണം, ഇറച്ചികൾ ശരിയാക്കണം, പിന്നീട് ഇതിനെ വേവിക്കണം.
അങ്ങനെ വേവിച്ചതിന് ശേഷം അത് എല്ലാവർക്കും വിതരണം ചെയ്യണം. ഈ വിഷയം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്. ചിലാള് പറഞ്ഞു, അലയ്യ ദബ്ഹുഹാ യാ റസൂലല്ലാഹ്, അറക്കുന്ന പണി ഞാൻ ഏറ്റു നബിയേ. ഒട്ടകത്തെ അറക്കാൻ അത്ര എളുപ്പമില്ല, വലിയ മൃഗമാണ്, ഇതിന് അറക്കാൻ വലിയ പ്രയാസമുണ്ട്. ചില സ്വഹാബി പറഞ്ഞു, അലയ്യ ദബ്ഹുഹാ, ഒട്ടകത്തെ അറക്കുന്ന പണി എനിക്കാണ് നബിയേ. പിന്നെ ഒരാള് പറഞ്ഞു, അലയ്യ സൽഹുഹാ, അതിന്റെ തൊലി ഊരുന്ന പണി എനിക്കാണ്. പിന്നെ ഒരാള് പറഞ്ഞു, അലയ്യ തബ്ഹുഹാ, അതിനെ കറി വെക്കുന്ന പണി എനിക്കാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, ഫഅലയ്യ ഇഹ്തിതാബുഹാ, വിറക് കൊണ്ടുവരുന്ന പണി എനിക്കാണ്. നിങ്ങൾക്ക് ഇതിനെ മുറിക്കുന്ന ഒരാള് മുറിക്കാൻ ഒരു കൂട്ടര്, ഇറച്ചി വേറെയാക്കാൻ ഒരു കൂട്ടര്, തൊലി ഉരിയാൻ ഒരു കൂട്ടര്, അറുത്തിട്ട് അതിനെ റെഡിയാക്കാൻ ഒരു കൂട്ടര്, വേവിക്കാൻ വേറൊരു വിഭാഗം. റസൂലുള്ളാഹി പറയുന്നു, അതിന് വിറക് ഞാൻ കൊണ്ടുവരാം. കോലിന്റെ പണി കട്ടിക്കാൻ ഞാൻ തർത്തേനെ. സ്വഹാബത്ത് വിട്ടില്ല, യാ റസൂലുള്ളാഹി നക്ഫീക അൻഹാ അൻക യാ റസൂലുള്ളാഹ്. ഓ നബിയെ, നിങ്ങൾ ചെയ്യരുത്, ആ വിറകിന്റെ പണി ഞങ്ങൾ എടുക്കാം. നിങ്ങൾ വെറുതെ ഇരുന്നാ മതി, ഞങ്ങൾക്ക് നിർദ്ദേശം തന്നാ മതി, ദുആർന്നാ മതി. മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി അഅലമു അൻതും തക്ഫൂനി വലാകിൻ ലാ ഉഹിബ്ബു അൻ അതമയ്യസ ബൈനകും. മുഹമ്മദ് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്കിടയിൽ ഒരു സ്പെഷ്യൽ സ്ഥാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിങ്ങനെ കൽപ്പിക്കുക, കമാൻഡ് ചെയ്യുക, നിങ്ങൾ പണിയെടുക്കുക, ഞാനിങ്ങനെ കൈകെട്ടി ഇങ്ങനെ നോക്കുക, ഞാൻ നിർദ്ദേശം തരുക, ആ പരിപാടിക്ക് എന്നെ കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോയിട്ട് കോല് കൊണ്ടുവരുന്നു, വിറക് കൊണ്ടുവന്നു. അതിൽപ്പെട്ട ഓരോരുത്തരും ഏറ്റെടുത്ത പണികൾ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിറക് കൊണ്ടുവന്നിട്ട് കറി വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് മുഹമ്മദ് നബി തങ്ങളുടെ ജീവിതം. അവിടെ സമാധാനമുണ്ട്, സംയമനമുണ്ട്, തവാദുഉണ്ട്, വിനയമുണ്ട്, ഹ്യൂമിലിറ്റി ഉണ്ട്. സഹോദരന്മാരെ, ആ ഒരു സിദ്ധാന്തമാണ് റസൂലുള്ളാഹി തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചത്. നീട്ടി സംസാരിക്കാൻ സമയമില്ല. നമുക്കറിയാം, ലോകത്ത് 2011 മുതൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു പേരാണ് ഇസ്ലാമോഫോബിയ എന്നത്. ഇസ്ലാം പേടി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഇസ്ലാം ഒരു ഭയമായി അവതരിപ്പിച്ചുകൊണ്ട്, ഇസ്ലാമിനെ പേടിയായി അവതരിപ്പിച്ചുകൊണ്ട്, ഇസ്ലാം അംഗീകരിക്കുന്ന, ഇസ്ലാം അനുസരിക്കുന്ന, ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിമീങ്ങളെ മുഴുവനും മാറ്റി നിർത്തി അവർക്ക് ശാരീരിക മാനസിക ഹിംസകൾ ഉണ്ടാക്കി, അവർക്ക് ഭയമുണ്ടാക്കി, അവരെ ഒറ്റപ്പെടുത്തി, അവരെ കൊല്ലാനും ആക്രമിക്കാനും നടക്കുന്ന ഒരു പരിപാടിയുടെ സുന്ദരമായ പേരാണ് ഇസ്ലാമോഫോബിയ എന്നത്. ഇസ്ലാമോഫോബിയ 1980-കളിൽ തുടങ്ങിയിട്ടുണ്ട്. 55 കൊല്ലമായി ഇസ്ലാമോഫോബിയ തുടങ്ങിയിട്ട്. അതേ സമയത്ത് 2011 സെപ്റ്റംബറിൽ നിങ്ങൾക്കറിയാം, അമേരിക്കയുടെ USA 2 ഗോപുരങ്ങൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടായി. നിരവധി ആളുകൾ അതിൽ മരിച്ചു. ആ സംഭവത്തിന് ശേഷം ഇസ്ലാമി ലോകത്ത് ഏറെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഇസ്ലാമോഫോബിയ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ്. എല്ലാ കൊല്ലവും മാർച്ച് 15-ാം തീയതി ഇസ്ലാമോഫോബിയയുടെ ദിനമായി ആചരിക്കാൻ ലോകം തീരുമാനിച്ചിരിക്കുകയാണ്. മാർച്ച് 15-ന്റെ ദിവസം ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം, ഇസ്ലാമോഫോബിയയെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ദിനം അതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ, മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കുക, ഇൻസൾട്ട് ചെയ്യുക, അവകാശങ്ങൾ നിഷേധിക്കുക, അവരെ മാറ്റി നിർത്തുക, അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളിൽ നിന്നവരെ സമ്പൂർണമായും അവകാശങ്ങളെ പിടിച്ചെടുക്കുക, അവർ യാതൊരു വിധത്തിലും
മുന്നോട്ട് വരാത്ത രൂപത്തിൽ അവരെ സൈഡാക്കുക, ഇതൊക്കെയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ വരുന്നത്. അതിന്ന് നമ്മുടെ ലോകത്ത് ഏറ്റവും അധികം അധികരിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഇസ്ലാം ഈ ലോകത്ത് വളർന്നു വരുന്നത് പലരും പ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർക്ക് ലോകത്ത് ഇസ്ലാം വളർന്നു വരേണ്ട ആവശ്യമില്ല. കാരണം ഇസ്ലാം വളർന്നു വന്നാൽ അവരുടെ ബിസിനസ്സിന് അടിയാവും, അവരുടെ കച്ചവടങ്ങളൊക്കെ ഇല്ലാതായി പോകും. ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, പെണ്ണുങ്ങളെല്ലാം മുഖം മറക്കണം, പെണ്ണുങ്ങൾ മുഖം മറക്കണമെന്ന് ഇസ്ലാമിന്റെ ശൈലിയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശൈലിയാണ്, സ്വഹാബത്തിന്റെ ശൈലി അതായിരുന്നു, സ്വഹാബിയാത്തിന്റെ ശൈലികൾ അതായിരുന്നു. എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ പെണ്ണുങ്ങൾ മുഖം മറക്കരുത് എന്ന് ആളുകൾ ഇങ്ങനെ ലോകത്ത് പ്രചരിപ്പിക്കാനുള്ള കാരണം? അവരുടെ ഹിജാബ് നിഷേധിക്കുന്നത്, സ്കാർഫ് നിഷേധിക്കുന്നത്, നിഖാബ് നിഷേധിക്കുന്നത്, ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലും ബുർക്കയും പർദ്ദയും നിഷേധിക്കുന്നത്. പെണ്ണുങ്ങൾ മുഖം മറച്ചു നടന്നാൽ ഇവരുടെ കോസ്മെറ്റിക് ബിസിനസ് നടക്കുകയില്ല. മുഖത്തിലേക്ക് പുരട്ടുന്ന ക്രീമുകളും അതുമായി ബന്ധപ്പെട്ട സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ബിസിനസ് നടക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാവരും മുഖം ഓപ്പൺ ചെയ്ത് നടക്കണം. മുഖം ഓപ്പൺ ചെയ്ത് നടക്കുക എന്നുള്ളത് ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ബിസിനസിന്റെ ആവശ്യം. എല്ലാ ആലിമീങ്ങളും ഉസ്താദുമാരും മദ്യപാനത്തിനെതിരെ സംസാരിക്കും, ഡ്രഗ്സിനെതിരെ സംസാരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഡ്രഗ്സ് എന്ന് പറയുന്നത്, മാദക വസ്തു എന്ന് പറയുന്നത് ആളുകളുടെ തലപിടക്കാവും, അവർ വീട്ടുകാരെ കൊല്ലും, പുരക്കാരെ കൊല്ലും, അവർ അക്രമം നടത്തും എന്നത് മാത്രമല്ല, ലോകത്തിൽ അല്ലാഹുവിന്റെ ദീനിലെ ഏറ്റവും വലിയ പാപമാണ്, രണ്ടാമത്തെ പാപമാണ് ഈ മദ്യപാനം, മാദക വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ ഒന്നാമത്തെ പാപം ശിർക്കാണ്, അല്ലാഹു അല്ലാത്തവരെ കൂറുകൂട്ടുക എന്നുള്ള ശിർക്കാണ്. ശിർക്കിന് ശേഷം ഈ ലോകത്ത് അക്ബറുൽ കബായിറായ ദോഷം അത് മദ്യപാനമാണ്, മയക്കുമരുന്നുകളാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെണ്ണുങ്ങൾ ക്യാബറെ ഡാൻസുകളിലും നൃത്യങ്ങളിലും, യുവജനങ്ങൾ മദ്യങ്ങളിലും മയക്കുമരുന്നുകളിലും അതൊക്കെ ഉപയോഗിക്കാതെ പോയാൽ കോടാനുകോടി ബില്യൺ ട്രില്യൺ ബിസിനസ്സുകൾ തകർന്നു പോകുന്ന ഭയം കൊണ്ട് ഇസ്ലാമിനെ നിരന്തരമായി തെറ്റിദ്ധരിപ്പിക്കുക, ഇസ്ലാമിലെ ജനങ്ങളുടെ മുമ്പിൽ താറടിക്കുക, ഇസ്ലാം വളരെ മോശമായ മതമാണെന്ന് പറയുക, അത് കൊല്ലുന്ന മതമാണെന്ന് പറയുക, അത് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന മതമാണെന്ന് പറയുക. അങ്ങനെ ഇസ്ലാം നിരന്തരമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലോകത്ത് ഇവർ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ബിസിനസ് അത് ഈ ലോകത്ത് അധികരിപ്പിക്കുക. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ലാഭമുണ്ടാക്കുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, അത് ഇസ്ലാമോഫോബിയ ഇൻഡസ്ട്രിയാണ്. ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന ഭീതികളാണ്, ഇസ്ലാമിന്റെ പേരുണ്ടാക്കുന്ന ഭയങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് ശാന്തിയും സമാധാനവും മാത്രം പഠിപ്പിച്ചൊരു നേതാവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനങ്ങളെ സ്നേഹിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മുസ്ലിം ആകണമെന്ന് അല്ലാഹു പറഞ്ഞില്ല. ലോകത്തിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. ആ ഒരു നിയമം അല്ലാഹു ഈ ലോകത്ത് നടപ്പാക്കിയില്ല, ഉദ്ദേശിച്ചില്ല. വലൗ ശാഅ റബ്ബുക ലജഅല الناس ഉമ്മതൻ വാഹിദ. ഈ ലോകത്ത് അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഒരേ ഭാഷ, ഒരേ ദേശം, ഒരേ ചർമ്മത്തിന്റെ നിറം, ഒരേ സംസ്കാരം, ഒരേ ഡ്രസ്, ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് ലോകത്തെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സഹോദരന്മാരെ. അതുകൊണ്ട് ഒരുപാട് മതങ്ങൾ
മതങ്ങൾ ഈ ലോകത്തുണ്ടാകും, ഒരുപാട് ദർശനങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഇസ്ലാം മാത്രമേ ലോകത്തുണ്ടാവൂ എന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള മൊത്തം മനുഷ്യരിൽ 25% മാത്രമാണ് മുസ്ലിംകളുള്ളത്. 800 കോടി ആളുകളിൽ 200 കോടിയാണ് മുസ്ലിംകളുടെ എണ്ണം. അള്ളാഹുവിന്റെ ദീൻ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതോടൊപ്പം ലോകത്ത് മുഴുവനുമായി ഇസ്ലാം ഉണ്ടാകണമെന്ന് മുസ്ലിംകൾ പ്രവർത്തിക്കുകയോ യുദ്ധം ചെയ്യുകയോ അതിനുവേണ്ടി എന്തെങ്കിലും മാർഗങ്ങൾ അന്വേഷിക്കുകയോ ആളുകളെ പൈസ കൊടുത്ത് മതത്തിലേക്ക് ചേർക്കുകയോ ഒന്നും ഇസ്ലാമിന്റെ ആളുകൾ ഇവിടെ ചെയ്യുന്നില്ല. നമുക്കറിയാം ഇന്ത്യയിൽ വിശുദ്ധ ഇസ്ലാം കടന്നു വന്നത് എങ്ങനെയാണ്. എന്ന് മുസ്ലിംകളല്ലാത്ത ആളുകൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രധാനമായത് ആ കാലഘട്ടത്തിലെ പാവപ്പെട്ട മനുഷ്യരെ അവർ താണജാതിക്കാരാണ്, മോശക്കാരാണ്, അവരെ അടുക്കാൻ പാടില്ല, അവരെ തുടരുത്, അവര് നടക്കുന്ന വഴിയിലൂടെ നടക്ക എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിച്ചപ്പോ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ടാത്തുറിങ്ങൻ ഒട്ടല്ല ഓ ജാതി കോമരങ്ങൾ, ഇത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ഒരിടച്ചർമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവാനത്തി ചാരത്തിരുന്നിടാം, ചുറ്റും പേടിക്കേണ്ട നമ്പുരാരെ. ഇത്ര സുലഭവും ഐശ്വര്യമായി വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന ദീനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ആ മതത്തിലേക്ക് കടന്നു വരൂ എന്ന് ഈ നാട്ടിലെ താണവർഗക്കാർ, ആക്രമിക്കപ്പെട്ടവർ തുപ്പുന്ന സമയത്ത് പോലും ഒരു ചരട്ട അവരുടെ ദേഹത്തിൽ കെട്ടിവെക്കണം. നിങ്ങൾ നിലത്ത് തുപ്പരുത്, നിങ്ങൾ താണജാതിയാണ്, നിങ്ങൾക്ക് തുപ്പാനുള്ള ചരട്ട നിങ്ങളുടെ നെഞ്ചിൽ കെട്ടിവെക്കണമെന്ന് പറഞ്ഞ് വളരെ മോശമായി പെരുമാറപ്പെട്ട ആളുകൾ, അവർ നടന്നു പോകുന്ന വഴിയിൽ അവരുടെ കാലിന്റെ ഹെജ്ജകുറുത്തു കാൽപ്പാടുകൾ ഉണ്ടാകുമെന്ന്, അത് ഉണ്ടാകരുത്, ഉയർന്ന ജാതിക്കാരൻ അത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് താണജാതിക്കാരൻ നടക്കുമ്പോൾ അവന്റെ ബാക്കിൽ മാച്ചിലി ചൂലുകൾ കെട്ടിപ്പിടിപ്പിച്ച വിഭാഗം, അവരെ തൊടാൻ പാടില്ല, തൊട്ടാൽ അവലക്ഷണമാണെന്ന് പറഞ്ഞ വിഭാഗം, അങ്ങനെയുള്ളൊരു വിഭാഗം ആക്രമിക്കപ്പെട്ട് ഒരു നിലക്കും അവർക്ക് വില കൽപ്പിക്കാത്തൊരു സമൂഹം വന്നപ്പോ നിങ്ങൾക്കറിയില്ലേ, ഇത്ര സുലഭവും ഐശ്വര്യവുമായി ഈ വിശുദ്ധ ദീൻ നമുക്ക് കിട്ടുമെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരാതിരിക്കണമെന്നവര് ചിന്തിച്ചു. അങ്ങനെ ഈ അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ ലോകത്തെ എല്ലാ
സ്ഥലങ്ങളിലും പ്രചരിച്ചു. ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദരി തങ്ങളുടെ 432ാമത്തെ ഉറൂസാണ്. മഹാനവറുകൾ വഫാത്തായിട്ട് 432 കൊല്ലമായി. അതിനു മുമ്പ് കുറച്ചു കൊല്ലം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഏതായാലും 450 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് മുഴുവനും ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളുടെ വെളിച്ചമുണ്ടായി. അതേപോലെ തന്നെ മറ്റു മഹാന്മാരൊക്കെ ഈ നാട്ടിൽ വന്നു. 65 കൊല്ലം സയ്യിദുനാ വ ശൈഖുനാ താജുൽ ഈ മഹത്തായ സ്ഥാനത്ത് ദർസ് നടത്തി. കർണാടകയുടെ ഒരു വലിയൊരു ധാർമ്മിക നവോത്ഥാനത്തിന് തങ്ങളവറുകൾ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നേതൃത്വം നൽകി. സഹോദരന്മാരുടെ മകൻ പ്രിയപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങളവറുകൾ ഒരുപാട് കാലമല്ലെങ്കിലും ഒരു കുറച്ചു കാലം നമ്മുടെ ഇടയിൽ നമുക്ക് നേതൃത്വം നൽകി. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. നമുക്ക് ആവശ്യമായ മാർഗദർശനങ്ങൾ നൽകി. ഇതുപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ വ്യാപനം, പ്രചരണം ഇതുണ്ടായത് മഹാന്മാരായ ഔലിയാക്കളിലൂടെയാണ്, സൂഫികളിലൂടെയാണ്, ഖാജ അജ്മീർ തങ്ങളിലൂടെയാണ്, ഏർവാടി ഇബ്രാഹിം ബാദുഷാ തങ്ങളിലൂടെയാണ്, നാഗൂർ ഷാഹുൽ ഹമീദ് തങ്ങളിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലുള്ള ഔലിയാക്കളിലൂടെയാണ് വിശുദ്ധമായ ഇസ്ലാമി ലോകത്ത് പ്രചരിച്ചത്. അതാണ് പറഞ്ഞത്, മുസ്ലിമീങ്ങൾ ഈ ലോകത്തേക്ക്, ഇന്ത്യയിലേക്ക് വന്നത് ഏതെങ്കിലും നാട്ടിൽ നിന്ന് കെട്ടുകെട്ടി വന്നവരല്ല. അവർ ഈ നാട്ടിലെ മനുഷ്യരാണ്. ഈ നാട്ടിലെ മനുഷ്യരാണവർ. അവർ അള്ളാഹുവിന്റെ ദീനിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശിഷ്യഗണങ്ങൾ 10 ആളുകൾ വിശുദ്ധ മക്കത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നിട്ട് അവർ പള്ളികൾ ഉണ്ടാക്കി, അവർ വീടുകൾ ഉണ്ടാക്കി, ഈ നാട്ടിൽ നിന്ന് അവർ വിവാഹം കഴിച്ചു. അങ്ങനെ ഒരുപാട് പള്ളികൾ ഈ ലോകത്തിന്റെ പല ഭാഗത്തും അവരുണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ആവശ്യമായ പള്ളിക്കുള്ള സ്ഥലം കൊടുത്തതും പള്ളി കെട്ടാനുള്ള വസ്തുക്കൾ കൊടുത്തതും അതിൽ കൂടെ കൂടി സഹായിച്ചതും എല്ലാം ഈ നാട്ടിലെ മുസ്ലിംകളല്ലാത്ത ആളുകളായിരുന്നു. എന്തുകൊണ്ടെന്നാൽ മഹാന്മാരായ സൂഫികളുടെ മുഖം കണ്ടപ്പോ അവർക്കിതൊരു വല്ലാത്തൊരു സ്പെഷ്യൽ വിഭാഗമാണെന്ന് തോന്നി. ഔലിയാക്കളെ പറ്റി റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞ എന്താണ്? അല്ലാഹുവിന്റെ ഔലിയാക്കളെ മുഖം കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. മുഖം കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. മാലിക് ദിനാറും സംഘവും ഈ നാട്ടിലേക്ക് വരുമ്പോ അവരുടെ കയ്യിൽ ഖഡ്ഗമില്ല, വാളില്ല, ആയുധങ്ങളില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്നത് വിശുദ്ധ ദീൻ മാത്രമാണ്. അവർ വന്നുകൊണ്ട് ഈ ലോകത്ത് അല്ലാഹുവിന്റെ ദീൻ എങ്ങനെ പ്രചരിപ്പിച്ചു. നമ്മുടെ നാട് മുഴുവനും വിശുദ്ധ ഇസ്ലാമിന്റെ കീഴിലായി. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്ത് 200 കോടിയിലധികം മുസ്ലിംകൾ ഈ ലോകത്തുണ്ടാകാൻ മഹാന്മാരായ സ്വാലിഹീങ്ങളായ സൂഫികളും ഔലിയാക്കളും കാരണമായി. അവർ ഈ ലോകത്തേക്ക് സ്നേഹം പഠിപ്പിച്ചു. അതുകൊണ്ട് ലോകത്തുള്ള സർവ്വ ദർഗകളിലും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും എല്ലാവരും യാതൊരു ഭേദവുമില്ലാതെ സിയാറത്തിന് അഥവാ സന്ദർശനത്തിരുന്നു. അവർക്കറിയാം അതിന്റെ ഉള്ളിൽ കിടക്കുന്ന മഹാന്മാർ യാതൊരു വിധത്തിൽ കംപ്ലൈന്റ് ഉള്ളവരല്ല, ഉഗ്രവാദികളല്ല, കോമുവാദികളല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അവസാനമായി പറയാനുള്ളത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ പ്രചരണങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളും ഉലമാക്കളും ഏറ്റെടുത്തുകൊണ്ട് ആ ദീനിന്റെ പ്രചരണങ്ങൾ ഇസ്ലാമോഫോബിയക്കെതിരെയായി, ഇസ്ലാമിനെ ഭയപ്പെടുന്നതിന്റെ ഭയത്തിന്റെ രൂപമായി അവതരിപ്പിക്കുന്നവരുടെ മുമ്പിൽ ഇസ്ലാം സമാധാനത്തിന്റെ ശാന്തിയുടെ മതമായി അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാം എവിടെയും ഒരു സ്ഥലത്തും ഭയപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഒരു ചെറിയ സഹാബികളെ പേടിപ്പിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മറ്റൊരുത്തനെ ഭയപ്പെടുത്തുന്ന ആള് നമ്മിൽ പെട്ടവരല്ല എന്നാണ്. എറുമ്പിന്റെ കൂടുകൾക്ക് തീയിട്ടപ്പോ അത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ഫഅല ഹദാ എന്ന് ചോദിച്ചു. ആരാണ് ഉറുമ്പ് ഇറുവകളെ കൂട്ട ഉറുമ്പിന്റെ കൂടിന് തീയിട്ടത് എന്ന് റസൂലുള്ളാഹി ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, അതൊരു തെറ്റായ കാര്യമല്ല എന്ന് മനസ്സിലാക്കി. നഹ്നു യാ റസൂലുള്ളാഹ്, ഞങ്ങളാണ് ചെയ്തത്. അപ്പോൾ നബി തങ്ങൾ ചൂടായി ദേഷ്യപ്പെട്ടു, ഫഇന്നഹു ലാ യുഅദ്ദിബു ബിന്നാർ ഇല്ലാ റബ്ബുന്നാർ. തീ കൊണ്ട് ശിക്ഷിക്കാനുള്ള അധികാരം അല്ലാഹു
അല്ലാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. ഇങ്ങനെ ലോകത്ത് ശാന്തി നിലനിർത്താൻ ആവശ്യമായ, സമാധാനത്തിന് ആവശ്യമായ നിരവധി സന്ദേശങ്ങൾ തന്നുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോയത്. ആ വിശുദ്ധമായ മതത്തിൽ ജീവിക്കാനും അതിന്റെ ആളുകളായി ഈ ലോകത്ത് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് അനുഗ്രഹം തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിഅമത്ത് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. മരണം വരെ വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മാർഗദർശനങ്ങൾ സ്വീകരിച്ച് ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാ. സർവ്വ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. വന്ദരായ ശൈഖുനാ താജുൽ ഉലമ നമുക്ക് കാണിച്ച ആദർശത്തിൽ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മഹാനായ സയ്യിദുനാ താജുൽ ഉലമയുടെയും ഖുറസുൽ സാദാത്ത് തങ്ങളുടെയും ദറജകൾ നീ ആഖിറത്തിൽ ഉയർത്തണേ അല്ലാ. അവരുടെ ആത്മീയമായ നിയന്ത്രണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. എല്ലാ പ്രയാസപ്പെടുന്ന സമയങ്ങളിലും നീ നിന്റെ മഹാന്മാരായ ഔലിയാക്കളെ കൊണ്ട്, ഖുതുബുസ്സമാൻ സയ്യിദ് മദനി തങ്ങളെ കൊണ്ട്, മഹാന്മാരായ ഞങ്ങളുടെ ഉസ്താദുമാരെ കൊണ്ട്, ഷെയ്ഖ് മുഹീദ്ദീൻ സാഹിബ് അവറുകളെ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ലോകത്ത് പല സ്ഥലങ്ങളിലും സംഘർഷങ്ങളും ഒരുപാട് നാശനഷ്ടങ്ങളും സംഭവിക്കുന്ന കാലമാണ്. നീ ഞങ്ങളുടെ നാട്ടുകളിൽ സൗഹാർദ്ദം നിലനിർത്തണേ അല്ലാ. ശാന്തിയുടെ നാടാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളിലും നീ മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളായ ഇബാദുകളായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണം റഹ്മാനെ. ദീർഘായുസ് നൽകണം റഹ്മാനെ. ആഫിയത്തും സലാമത്തും ഇസ്സത്തും നൽകണം റഹ്മാനെ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. മാരകമായ രോഗങ്ങൾ നൽകല്ല അല്ലാ. മാരകമായ വ്യാധികൾ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ എല്ലാ സമയത്തും രക്ഷപ്പെടുത്തണേ അല്ലാ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർ, പ്രത്യേകിച്ച് നമ്മുടെ ഖാദി ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദിന് നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ആയുഷ് നൽകണേ അല്ലാ. ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് ഞങ്ങളുടെ മുഴുവൻ ഉലമാഇനും സാദാത്തുക്കൾക്കും നൽകണേ അല്ലാ. ഈ മഹത്തായ ദർഗയെ ഈ വിഷയത്തിൽ ഉന്നതമായ വിഷയമായി അഭിവൃദ്ധിപരമായ കാര്യങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നമ്മളുടെ സുഹൃത്തുക്കളായ ഈ ദർഗയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഹനീഫ് ഹാജി, ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷിഹാബ് സഖാഫി, അദ്ദേഹത്തിന്റെ ടീം, അവർക്ക് നീ ശക്തി നൽകണേ അല്ലാ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയൊരു മത സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രമായി ഉള്ളാളിനെ ഉയർത്താൻ നീ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ഖാദർ സാഹിബ് അടക്കം, അദ്ദേഹത്തിന്റെ സഹോദരൻ സുൽഫിക്കർ അടക്കം ഈ മഹത്തായ സംഭവത്തിന് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നീ ദുനിയാവിലും ആഖിറത്തിലും ഖൈർ നൽകണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സായിറിൽ അംബിയാഇ വൽ മുർസലീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ വസിയത്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.